ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേണുകയുടെ മുഖംമൂടി ഗൗതം എല്ലാവർക്കും മുന്നിൽ അങ്ങ് വലിച്ചൂരാണ് കേട്ടോ. എന്നാൽ ഈ സമയം ആ ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിധി തൻ്റെ അമ്മയെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ തൻ്റെ അമ്മ മുഖത്തുള്ള ആ മാസ്കൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നിധിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഗൗതമിനോട് പറയാണ്, ഗൗതം നിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് നിനക്ക് എന്നോട് ദേഷ്യമില്ലേ എന്ന് പറയുമ്പോൾ, ഇല്ല ആൻറ്റി ഇപ്പോൾ സുഖമായിരുന്നാൽ മതി, ഞാൻ പുറത്തുണ്ടാവും നിധി, നീ നിൻ്റെ അമ്മയോട് സംസാരിക്കുന്നത് പറയാം കേട്ടോ. അങ്ങനെ ചന്ദ്രി പറയാണ്, മോളെ നീ എന്നോട് ക്ഷമിക്കണം, അമ്മക്ക് അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത് മനഃപൂർവ്വമല്ല, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. ഞാൻ അങ്ങനെ സംസാരിച്ചില്ല എങ്കിൽ നീ അവിടെ സംസാരിക്കും, പിന്നീട് ആ വീട്ടിലുള്ള എല്ലാവരും നിന്നെ വെറുക്കും, പ്രത്യേകിച്ച് ഗൗതമും പാറും ഒക്കെ നിന്നെ വെറുക്കും. അതില്ലാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ സംസാരിച്ചതാണ്. നിൻ്റെ അമ്മക്ക് ഒരാളോട് ദേഷ്യപ്പെടാനോ ഇങ്ങനെ മുഖം കറുത്ത വാക്കുകൾ പറയാനോ ഒന്നും അറിയില്ല, പക്ഷേ എൻ്റെ ഗതികേട് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയി എന്ന് പറയുമ്പോൾ നിധിക്ക് വളരെ സങ്കടമാവുകയാണ് കേട്ടോ. അങ്ങനെ നിധി പുറത്ത് വരികയാണ്. പുറത്ത് വരുമ്പോൾ ഗൗതം ഇങ്ങനെ ആ ഐസിയുവിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ടാവും. അത് കാണുന്ന നിധി പറയാണ്, ഗൗതം സാർ, നാളെ നിങ്ങൾക്ക് ജോലിയുള്ളതല്ലേ, നിങ്ങൾ ഉറക്കമൊഴിക്കണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ ഗൗതം പറയാണ്, നീ വരുന്നില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല, എൻ്റെ അമ്മക്ക് തീരെ സുഖമില്ല, ഈ സമയത്ത് ഇവിടെ നിന്നും ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ എനിക്ക് ഉറക്കം കിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ ഗൗതം പറയും, നീ വരുന്നെങ്കിൽ ഞാനും വരുന്നു, നീ വരുന്നില്ലെങ്കിൽ ഞാനും ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഗൗതം അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ നിധിക്ക് വല്ലാത്തൊരു സ്നേഹം ഗൗതമിനോട് തോന്നാണ് കേട്ടോ. അങ്ങനെ കൺവെട്ടാതെ ഗൗതമിനെ ഇങ്ങനെ നോക്കാണ്. എന്നാൽ ഈ സമയമാണെങ്കിലും അവിടോട്ട് പാറു ചായയുമായി പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വരികയാണ്. അങ്ങനെ നിധിയുടെയും ഗൗതമിനെയും റൂമിൽ നോക്കുമ്പോൾ കാണുന്നില്ല, റൂമിൻ്റെ ഡോറ് തുറന്ന് കിടക്കുന്നു. അങ്ങനെ പിന്നീട് മോളെ നീ ഒന്ന് പോയി നോക്കുക, അവരുടെ ഫോണിലോട്ടൊന്ന് വിളിച്ച് നോക്കുക എന്ന് പറയാണ്. അങ്ങനെ നിധിയുടെ ഫോണിലോട്ട് തൻ്റെ മകളോട് വിളിക്കാൻ പറയാണ്. ഈ സമയം വിളിച്ച് നോക്കുമ്പോൾ ഫോൺ അടിക്കുന്നത് റൂമിൽ നിന്നായിരിക്കും. അങ്ങനെ ഇത് പറയാണ്, റൂമിൽ നിന്നാണല്ലോ ഫോൺ അടിക്കുന്നത് എന്ന് പാറു മകളോട് പറയുന്നത് വസുന്ധര കേൾക്കുന്നു കേട്ടോ. അങ്ങനെ പിന്നീട് അവരവിടെ ഇല്ല എന്ന് മനസ്സിലായി. എന്നാൽ ഈ സമയം അങ്ങോട്ടേക്ക് വസുന്ധര ഇറങ്ങി വന്നിട്ട്, എന്താ ചേച്ചി ഞാൻ നിങ്ങളുടെ കയ്യിൽ കാണുന്നത്, നിങ്ങൾ എന്താ 2 ചായയുമായി വന്നിരിക്കുന്നു, ഒന്ന് ഗൗതമിനാണെന്ന് മനസ്സിലായി, അപ്പോൾ വേറൊന്ന് ആർക്കാണ് എന്ന് ചോദിക്കുമ്പോൾ പാറു പറയാണ്, അത് നിധിക്കാണ്. നിങ്ങൾ ഇപ്പോഴേ അവളെ വഷളാക്കി വെച്ചോളൂ, നിങ്ങളുടെ മരുമകളാണെന്ന് കരുതി അവളെ തലയിൽ കയറ്റാൻ നിൽക്കണ്ട, അത് നിങ്ങൾക്ക് തന്നെ നാളെ അതൊരു പാരയായി മാറുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു വിടണം കേട്ടോ. എന്നാൽ ഈ സമയം വസുന്ധരയുടെ ഉള്ളിൽ നിധി അന്ന് ആ വീഡിയോ എടുത്ത്, ഈ വീഡിയോ വെച്ച് നിങ്ങളുടെ യഥാർത്ഥ മുഖം ഞാൻ എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ ആ ഒരു ഇതാണ് കേട്ടോ വസുന്ധരയുടെ മനസ്സിലൂടെ ഓടുന്നത്. അങ്ങനെ വസുന്ധര പെട്ടെന്ന് റൂമിലോട്ട് കയറി ചെല്ലാണ്. പിന്നീട് നിധിയുടെ ഫോൺ എടുക്കുകയാണ്. അങ്ങനെ നിധിയുടെ ഫോൺ എടുക്കുമ്പോൾ അതിൽ നിന്ന് ഓരോ വീഡിയോ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്. അപ്പോഴൊന്നും കാണുന്നില്ല. അങ്ങനെ വസുന്ധര പറയാണ്, എവിടെയാണോ അവിടെ വീഡിയോ എടുത്ത് വെച്ചിരിക്കണേ എന്ന് പറഞ്ഞിട്ട് ഗാലറിയിലെ അടിയിലോട്ട് പോകുമ്പോൾ അവിടെ വീഡിയോ കാണേട്ടോ. അത് കാണുന്ന ഈ വസുന്ധരയോടാണ് കളി, നീ എന്നെ ഇത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ വ്യാമോഹം മാത്രം എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് പറയാണ്, ഇന്ന് മുതൽ ഈ വസുന്ധര ആരാണെന്ന് നീ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ, ഇന്ന് മുതൽ ഈ വസുന്ധരയുടെ കാൽച്ചുവട്ടിലാണ് നിൻ്റെ ജീവിതം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വസുന്ധര അവിടെ നിന്നും ഇറങ്ങി. എന്നാൽ ഈ സമയം പാറുവിൻ്റെ വീട്ടിൽ ആരോ ബെല്ലടിക്കുന്നു. അങ്ങനെ വന്ന് എത്തി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരു ആളായിരിക്കും. അയാളോട് ചോദിക്കും, നിങ്ങൾ ആരാ? അതെ, നിധിയുടെ കമ്പനിയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന അവിടുത്തെ മാനേജറാണ് ഞാൻ, നിധിയെ നേരിട്ട് കാണണം, അവൾ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, അവരുടെ പെർഫോമൻസ് പറയാതിരിക്കാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പം നിധിയെ വിളിക്കുമോ? അയ്യോ നിധി ഇല്ല, പുറത്ത് പോയിരിക്കുന്നു, ഞാൻ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അകത്തോട്ടിരിക്കുക, നിങ്ങൾക്കൊരു കോഫി ഇടാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാൻ കേട്ടോ. എന്നാൽ പാറു ആണെങ്കിലോ ഇവർ രണ്ടുപേരും കൂടി എങ്ങോട്ടാ പോയിരിക്കുക, അതും എന്നോട് പറയാതെ ഇവരെങ്ങോട്ടാ പോയിട്ടുണ്ടാവും, ഈശ്വര എന്തെങ്കിലും ആപത്ത് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് നിധിയെയും ഗൗതമിനെയും കാണിക്കുന്നത്. അങ്ങനെ നിധി തൻ്റെ അമ്മയെ കണ്ട് വീണ്ടും വരികയാണ്. അങ്ങനെ ഗൗതം പറയാണ്, തൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, സുഖമായി വരുന്നു എന്ന് പറയുന്ന സമയത്താണ് കേട്ടോ പാറുവിൻ്റെ ഫോൺ കോൾ വരുന്നത്. അങ്ങനെ പാറുവിൻ്റെ ആ ഫോണ് ഗൗതം എടുക്കുകയാണ് കേട്ടോ. അമ്മ പറ എന്ന് പറയണേ. അല്ല, നിങ്ങളെ ഇവിടെ കാണാനില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയുമ്പോൾ, ഞങ്ങൾ ഇന്നലെ രാത്രി അവിടെ നിന്നും പോകുന്നതാണ്, എന്ത് പറ്റി, നിധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, നിധിയുടെ അമ്മക്കാണ് കുഴപ്പമെന്ന് പറയണേ. എന്ത് പറ്റി ചന്ദ്രയ്ക്ക്? അവർക്ക് ശ്വാസം മുട്ടൽ കൂടിയിട്ട് ഇന്നലെ തലചുറ്റി വീണു, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്, ഇപ്പോൾ ICUവിലാണ് എന്ന് പറയണേ.
എന്നോട് നിധി തിരികെ പോരാൻ പറഞ്ഞതാണ്, പക്ഷേ നിധിക്കൊപ്പം ഞാൻ നിന്നതാണെന്ന് പറയുമ്പോൾ പാറു പറയാണ്, അങ്ങനെ വേണം മോനെ, നീ ഇവിടെ വന്നിരുന്നെങ്കിൽ നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞിരുന്നു എന്നിങ്ങനെ ഗൗതമിനോട് പാറു പറയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇവരുടെ സംസാരമൊക്കെ രേണുക കേൾക്കുകയാണ്. അങ്ങനെ രേണുക ആഹാ ഇവരുടെ ഈ പ്രവൃത്തിക്കൊരു അടി കൊടുക്കണമെന്ന് പറയാണ്. അപ്പോഴായിരിക്കും അവിടെ പാറു പറയുന്നത് നിധിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുക. അങ്ങനെ നിധിയുടെ കയ്യിൽ ഫോൺ കൊടുക്കണം കേട്ടോ. മോളെ, നീ ഓൺലൈനിലായി വർക്ക് ചെയ്യുന്ന ആ കമ്പനിയിലെ ആൾ വിളിച്ച് വന്നിരിക്കുന്നു. അയാൾക്ക് നീയുമായി നേരിട്ട് എന്തൊക്കെ സംസാരിക്കണമെന്ന് പറയുന്നു. അതുകൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വാ, ഗൗതം അറിയണ്ട എന്ന് പറഞ്ഞിട്ട് ആ ശരി ഞാൻ വരാം, വന്നാൽ പെട്ടെന്ന് വരാൻ നോക്ക്, വസുന്ധര കുറച്ച് കഴിയുമ്പോഴേക്കും എത്തും, അപ്പോഴേക്കും അയാളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണമെന്ന് നിധിയോട് പറയാൻ കേട്ടോ. അപ്പോൾ നിധി ഫോൺ കട്ട് ചെയ്യാണ്. എന്നിട്ട് ഗൗതമിനോട് പറയാണ്, എൻ്റെ അമ്മയ്ക്ക് കഞ്ഞി വേണം, എനിക്കൊന്ന് വീട്ടിൽ പോയി വരും വേണം, എന്നാൽ ഞാനൊന്ന് പോട്ടെ, അതിനെന്താ തന്നെ ഞാൻ കൊണ്ടുപോവാടോ. അപ്പോൾ അതല്ല ഗൗതം സാർ, ഞാൻ പറയുന്നത് കേൾക്ക്, പിന്നെ ഏതാണ് നീ പറയുന്നത്? അതെ, ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മ തനിയാവില്ലേ, അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടാവണോ? അത് ശരിയാലോ, അത് ഞാൻ മറന്നുപോയി, ഞാൻ ഇവിടെ നിൽക്കാം, തൽക്കാലം നീ കഞ്ഞുമായി വാ എന്ന് പറയാണ്. അങ്ങനെ ഗൗതം പറഞ്ഞു, നിനക്ക് കാർ ഓടിക്കാൻ അറിയോ? ആ എനിക്കറിയാം, എന്നാ വാ, ഞാൻ നിന്നെ ഡ്രൈവിംഗ് സീറ്റിലോട്ട് ഇരുത്തി തരാമെന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങ് ഡോറ് തുറക്കാൻ കേട്ടോ. അത് രേണുക അങ്ങ് കാണാണ്. അങ്ങനെ നിധി കാർ ഓടിക്കാൻ വേണ്ടി ഡ്രൈവിംഗ് സീറ്റിലോട്ട് ഇരിക്കുമ്പോൾ ഗൗതം സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഗൗതം ഇങ്ങനെ പുറത്ത് നിന്നിട്ടാണ് നിധിക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അവരുടെ കവിളുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിച്ചേരാനിട്ട് അപ്പം നിധിക്കത് വല്ലാത്തൊരു സന്തോഷമാവുകയാണ്, മനസ്സിനൊരു കുളിര് നൽകാനിട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് രേണുകൾക്കാണെങ്കിൽ കുശുബ് ഉണ്ടാവുകയാണ്. അങ്ങനെ രേണുക ഇവർക്കിടയിൽ പ്രണയം കൂടുന്നു, അത് പാടില്ല, അത് പൊട്ടിക്കണം എന്നുള്ള ആ ഒരു തീരുമാനം. ഇതേ സമയം ഗൗതമാണെങ്കിലോ, എന്നാൽ നിധി നീ പെട്ടെന്ന് പോയിട്ട് വാട്ടോ, ഞാനിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് ഗൗതമിന് ഒരു ബായൊക്കെ കൊടുത്ത് അവരങ്ങ് പോവാണ്. അങ്ങനെ രേണുക എന്ത് ചെയ്യും, തൻ്റെ ഫോണെടുത്ത് വസുന്ധരയോട് കാര്യങ്ങൾ പറയാണ്. അതെ മാം, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. എന്ത് കാര്യം? അതെ, നിങ്ങളുടെ മകന് ഗൗതമുണ്ടല്ലോ, അവൻ അവിടെ ഇല്ല എന്ന് പറയണേ. അവനെങ്ങോട്ടേക്ക് പോയി? അവൻ ഇന്നലെ രാത്രി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുണ്ട്. എങ്ങോട്ട് എന്നിങ്ങനെ വസുന്ധര ചോദിക്കുമ്പോൾ ഈ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. മേഡം പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. നിഖിലിൻ്റെ സ്കൂട്ടിയിൽ ഇങ്ങനെയൊക്കെ വെച്ചു, പക്ഷേ എന്ത് ചെയ്യാൻ, അത് ഗൗതം പൊളിച്ചൊടുക്കി. ഗൗതം ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായോ? എന്നല്ല, എനിക്കിനി അടുത്തതെന്തെന്ന് ചെയ്യാൻ എനിക്കറിയാം, നീ ഫോൺ വെക്കുകയെന്ന് പറഞ്ഞ് രേണുകയോട് ഫോൺ വെക്കാൻ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് നിധി വീട്ടിലെത്താണ്. അപ്പോഴാണെങ്കിലോ ആ വീട്ടിൽ ഈ നിധിയെയും കാത്ത് ആ മാനേജർ ഇരിപ്പുണ്ട്. അങ്ങനെ നിധിയെ കണ്ടുടൻ തന്നെ നിധിയോട് പറയാണ്, നീ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, എന്തായാലും നിനക്ക് സാലറിയും കൂട്ടും, അതുപോലെ തന്നെ നല്ലൊരു പൊസിഷനിലായിട്ടും നിന്നെ കയറ്റുകയും ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിധിക്ക് സന്തോഷമാവാണ്. അപ്പോൾ ഇന്നെടുത്ത വർക്ക് അത് തന്നോളൂ എന്ന് പറയുമ്പോൾ എൻ്റെ പെൻഡ്രൈവ് എടുത്ത് വരാമെന്ന് പറഞ്ഞ് നിധി അകത്തോട്ട് പോയിട്ടോ. ഇതേ സമയം വസുന്ധര വന്നിറങ്ങുന്നു. വസുന്ധര വരുമ്പോൾ കാണുന്ന കാഴ്ച ഈ ഒരാൾ കാലുമക്കാലും കയറ്റിയിരിക്കുന്നതായിരിക്കും. ഇത് കാണുന്ന വസുന്ധരയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ്. എൻ്റെ വീട്ടിൽ ഇയാൾ കാലുമക്കാലും കയറ്റിയിരിക്കുക, ആരധികാരം കൊടുത്തു? നീ ആരടാ, എന്തിനാടാ എൻ്റെ വീട്ടിൽ കാലുമക്കാലും കയറ്റിയിരിക്കുന്നത്? നിങ്ങൾ മാന്യമര്യാദയുടെ രീതിയിൽ സംസാരിക്കണം, ഒരാളോട് എങ്ങനെ സംസാരിക്കണം എന്ന് നിങ്ങൾക്കറിയില്ലേ? അപ്പോൾ ഉടൻ തന്നെ നീ ആരടാ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ അധികാരം ചോദിക്കാൻ, എന്നോട് ഓരോന്ന് ചോദിക്കാൻ എന്ന് പറഞ്ഞ ഉടൻ തന്നെ വസുന്ധര പറയാണ്, ഇത് എൻ്റെ വീടാണെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അവിടെയുള്ള വേലക്കാരിയെ വിളിച്ചു വരുത്താണ്. അപ്പോൾ ഉടൻ തന്നെ ഇതാരാണ് എന്നോട് തർക്കുത്തരം പറയാൻ, എൻ്റെ വീട്ടിൽ വന്ന് ആർക്കാണ് ധൈര്യം, ഇതാരാണെന്ന് അവിടുത്തെ വേലക്കാരിയോട് ചോദിക്കുന്ന സമയത്ത് വേലക്കാരി പറയാണ്, ഇത് നമ്മുടെ നിധി മേഡമില്ലേ, നിധി മേഡത്തിൻ്റെ ആരോ ആണ് എന്ന് പറയണേ. നീ എന്താടി വിളിച്ചത്? അവളെ മേഡമെന്നോ? അവളെ മേഡമെന്ന് വിളിക്കാൻ യോഗ്യതയോ അർഹതയോ അവൾക്കില്ല, നീ എന്തുകൊണ്ട് അവളെ മേഡമെന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് വഴക്ക് പറയാണ്. മേഡമെന്ന് വേണ്ട, പേര് അത് വിളിച്ചാൽ മതി എന്ന് പറയണം കേട്ടോ. എന്നിട്ട് അയാളോട് പറയാണ്, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടോ, ഇത് ഇവിടെ മേഡമൊന്നുമില്ല, ഞാൻ ആരാണെന്ന് അറിയോ? ആരാണെങ്കിലും എനിക്കെന്നാ, ഞാൻ ഗൗതം എന്ന കമ്പനി കേട്ടിട്ടുണ്ടോ? ഗൗതമിനെ കുറിച്ചറിയോ? അവരുടെ കമ്പനിയിലെ MD ആണ് ഞാൻ എന്ന് പറയുമ്പോൾ, ആര് തന്നെ ആയാലും ഒരു വീട്ടിൽ വന്നാൽ കുറച്ച് മര്യാദകളുണ്ട്, ഏത് കമ്പനിയിലാണെങ്കിലും അവരോട് പെരുമാറേണ്ട ആ മര്യാദകൾ പഠിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, താൻ എന്നെയാണോ മര്യാദ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് അവിടെയുള്ള ഫയലങ്ങ് തട്ടിത്തെറിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടാ എന്ന് പറയുമ്പോൾ
അവിടെ തൊട്ട് നിധി ഇറങ്ങി വരികയാണ്. അങ്ങനെ നിധി ഇത് കാണാണ്. എന്താണ് നിങ്ങൾ ഈ കാട്ടുന്നത്? വീട്ടിൽ വന്നവരെ എങ്ങനെയാണോ സൽക്കരിക്കേണ്ടത്, എങ്ങനെയാണോ പെരുമാറുന്നത്, നിങ്ങൾക്ക് തീരെ റെസ്പെക്റ്റ് ചെയ്യാനൊന്നും അറിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ, ഡി അഹങ്കാരം തലക്ക് പിടിച്ച് നീ എന്നോട് സംസാരിക്കാൻ നിൽക്കേണ്ട. അപ്പോഴേക്കും നിധിക്ക് ദേഷ്യം വരികയാണ്. മേഡത്തിനോട് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു വസുന്ധരയെ പുറത്ത് തീർത്ത് സംസാരിക്കാൻ. അപ്പോൾ വസുന്ധര ചോദിക്കും, നീ എന്താടി എന്നോട് ഇത്ര വല്ലാതെ പറയുന്നത്? അതെ, നിന്നോട് പറയാനുള്ളത്. അപ്പം നിധി പറയണേ, നിങ്ങളോട് പറയാനുള്ളത്, നേരത്തെ ആ വീഡിയോ ഉണ്ടല്ലോ, അയാൾക്ക് മുന്നിൽ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പറയണ്ടെന്ന് കരുതിയിട്ടാണ് ആ വീഡിയോ ഞാൻ എല്ലാവർക്കും മുന്നിൽ അങ്ങ് കാണിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിലല്ലടി നീ കാണിച്ചു കൊടുക്കുക, ആ വീഡിയോ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തടി എന്ന് പറയുമ്പോൾ നിധി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. തനിക്ക് പറ്റിയ ആ വെഡിത്തരം നിധി ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് വസുന്ധര പറയാണ്, ഇയാളെ ഞാൻ അടിച്ചിറക്കണ്ട എന്നുണ്ടെങ്കിൽ നീ അയാളോട് ഇറങ്ങിപ്പോവാൻ പറ എന്ന് പറയണം. അപ്പോഴേക്കും നിധി പറയണേ, സോറി സാർ, ഇവർ കാണിച്ചതിൽ ഞാൻ സാറിനോട് ക്ഷമ പറയുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ, കുട്ടി നീ എന്തിനിങ്ങനെ പേടിക്കണമെന്ന് അയാൾ പറയാൻ കേട്ടോ. അപ്പോൾ അതും കൂടി കേൾക്കുമ്പോൾ വസുന്ധരയ്ക്ക് ദേഷ്യം പിടിക്കണം. അങ്ങനെ വസുന്ധര പറയും, ഇയാളുടെ കമ്പനി ഇനി നീ വർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പാറു വരികയാണ്. അങ്ങനെ പാറുവിനോട് പറയും, എൻ്റെ വീട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവള് ഇനി ഇയാളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാനും പാടില്ല, ഇവളൊരു ജോലിക്ക് പോകാനും പാടില്ല, ഇവളുടെ അമ്മയെയും ആങ്ങള എന്ന് പറയുന്നവരെ കാണാനും പോകാൻ പാടില്ല എന്നുള്ള ആ ചട്ടം അങ്ങ് കെട്ടിയിട്ട് വസുന്ധര അങ്ങ് പോവാണ് കേട്ടോ.